നമുക്ക് നോബിളിലേക്ക് ഒന്ന് പോയി വരാം. നോബിളും നന്ദു പേരാമ്പ്രയുമാണ് ജമ്മുവിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നത്. നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. രജൗരിയിൽ തന്നെയാണോ നോബൽ ഉള്ളത്? എന്താണ് പൊതുവെ ജമ്മുവിലേക്കൊരവസ്ഥ? ഇന്നലെ സാംബ മേഖലയിലൊക്കെ വീണ്ടും കുറച്ച് ഡ്രോണുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു. ഇതാരോ ഇരുന്ന് അവിടെ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ തീരുമാനങ്ങളൊന്നും അറിയാതെ ഇന്നലെ DGMO തല ചർച്ചയാണെങ്കിലും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നു. ഏതോ ഒരു ചങ്ങാതി ഇരുന്ന് കളിക്കുന്ന പോലെയാണ്. ഒരു 5-6 ഡ്രോണുകൾ വിടുന്നു. ഇവർക്കത് വിടാതെ പറ്റാത്തൊരവസ്ഥയാണെന്ന് തോന്നുന്നു. ഇത് എന്തിനാണോ എന്തോ. നോബൽ, എന്താണ് അവസ്ഥ പൊതുവെ ജമ്മുവിൽ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ജമ്മു നഗരത്തിലാണ്. ജമ്മു നഗരം അങ്ങ് ഉണർന്നു വരുന്നതേ ഉള്ളൂ. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കണ്ടാൽ നിലവിൽ കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞിടക്കണം. പക്ഷേ എങ്കിൽ പോലും സാധാരണ നിലയിലേക്ക് ജനജീവിതം ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും കടകളൊക്കെ തുറക്കും എന്ന് നമ്മൾ ഇന്നലെ തന്നെ കണ്ടതുമാണ്. ഇന്നലെ നമ്മൾ വൈകുന്നേരം ജമ്മുവിൽ എത്തുമ്പോൾ കടകളൊക്കെ തുറന്ന് ആളുകളൊക്കെ സജീവമായി തന്നെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതാണെങ്കിലും ജമ്മു സാധാരണ നിലയിലേക്ക് മടങ്ങിയിരിക്കുന്നു. പക്ഷേ അതേസമയം ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് ഇരു രാജ്യങ്ങളും ചർച്ചകളിലേക്ക് കടക്കുമ്പോഴും ചില ഡ്രോണുകൾ എത്തുന്നത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം ഏതാണെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ പ്രധാനമായും 4 ഇടങ്ങളിൽ ഡ്രോൺ എത്തിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ജമ്മു, അതോടൊപ്പം തന്നെ സാംബ, ഒപ്പം അഖ്നൂർ, ഒപ്പം കത്വ എന്നീ 4 ഇടങ്ങളിൽ പാക് ഡ്രോണുകൾ എത്തി എന്ന വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ വളരെ കുറച്ച് ഡ്രോണുകൾ മാത്രമാണ് വന്നത്. ഇതിൽ സാമ്പത്തിക ഡ്രോണുകളൊക്കെ വ്യോമ പ്രതിരോധ സംവിധാനം അപ്പം തന്നെ തകർക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഡ്രോണുകൾ ഒന്നും എത്തിയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതായത് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ ഡ്രോൺ സാന്നിധ്യം ഉണ്ടായില്ല. പക്ഷേ എന്നാൽ പോലും പാകിസ്ഥാന്റെ ഡ്രോണുകൾ ആരും നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചർച്ചകളും അതോടൊപ്പം തന്നെ ഈ സമാധാന ശ്രമങ്ങളും ഒക്കെ ആരും തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരോ അത് കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട്. ഡ്രോണുകൾ അത്തരത്തിൽ വരുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ജമ്മുവിലേക്ക് അടക്കമുള്ള വിമാന സർവീസുകൾ അടക്കം എയർ ഇന്ത്യയും അതോടൊപ്പം ഇൻഡിഗോയൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ജമ്മുവിലെ സാഹചര്യം, പ്രത്യേകിച്ച് ജമ്മു നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരം സാധാരണ നിലയിലേക്ക് ഇന്നലെ തന്നെ എത്തിയിരുന്നു. എല്ലാ തരത്തിലുള്ള കടകൾ തുറക്കുന്നു, അതോടൊപ്പം തന്നെ ആളുകൾ പുറത്തേക്ക് പോകുന്നു, ഒപ്പം മറ്റ് വാഹനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു, സ്കൂളുകളിലേക്ക് കുട്ടികൾ ഇങ്ങോട്ട് പോകാൻ തുടങ്ങുന്നു. അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഏറെക്കുറെ പൂർണ്ണമായിട്ട്. പിന്നെ അല്പം ആളുകൾ താമസം അല്ലെങ്കിൽ ആളുകൾ ഇറങ്ങാതിരിക്കുന്ന അല്ലെങ്കിൽ സജീവമാകാതിരിക്കുന്ന രജൗരിയും പൂഞ്ചും മാത്രമാണ്. കാരണം അത് ഇറങ്ങാത്തതിന് പ്രധാനപ്പെട്ട കാരണം അന്ന് അത്ര വലിയ ആക്രമണമാണ്. പ്രത്യേകിച്ച് നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായത് പൂഞ്ചിലും രജൗരിയിലുമാണ്. സ്വാഭാവികമായും അതിന്റെ ഒരു പ്രത്യാഘാതം അവിടെ ഇപ്പോഴും ഉണ്ട്. കാരണം ആളുകൾക്ക് അത്തരത്തിൽ ഇറങ്ങുന്നതിനൊക്കെ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ കാണുന്നു. അത് മാത്രമല്ല ചിലരൊക്കെ അവിടെ നിന്ന് വീട് വിട്ട് പോയിരുന്നു, അവരൊക്കെ മടങ്ങി എത്തുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ രജൗരിയിലും പൂഞ്ചിലും ഇപ്പോഴും ഉണ്ട്. നഗരങ്ങൾ പൂർണ്ണമായും സജീവമായിട്ടില്ല. പക്ഷേ ജമ്മു സജീവമായിട്ട്. അത് മാത്രമല്ല ജമ്മുവിനും ഇത്തരത്തിൽ പൂഞ്ചിനുമൊക്കെ ഇടയിലുള്ള സുന്ദർബനി അടക്കമുള്ള പ്രധാനപ്പെട്ട മറ്റ് നഗരങ്ങളിലൊക്കെ എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ, അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്, കടകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സാധാരണ നിലയിലേക്ക് ഏറെക്കുറെ എല്ലാ പ്രദേശങ്ങളും ഇവിടെ എത്തുന്നു. ഇപ്പോൾ പൂഞ്ചും രജൗരി കൂടി ആ സാധാരണ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാം ജമ്മു കാശ്മീർ സാധാരണ നിലയിലായി. തിരക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതേപോലെ അല്ലല്ലോ രാവിലെയൊക്കെ അല്ലേ ആളുകൾ വണ്ടിയൊക്കെ ഓടി തുടങ്ങും, കടകളൊക്കെ രാവിലെ തന്നെ തുറക്കും. വിനോദസഞ്ചാരികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രീനഗറിലേക്കൊക്കെ പോകുന്നവർ ഇവിടെ നിന്ന് ടാക്സിയൊക്കെ പിടിച്ചു പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ജമ്മുവിൻ്റെ ഒരു പ്രത്യേകത ഇതുമാണ്. അപ്പോൾ രാവിലെ അവിടെ ചായക്കടയൊക്കെ തുറന്നിട്ടുണ്ടോ ജമ്മുവിൽ? എന്താ അവസ്ഥ? അത് നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് ചായക്കടയൊന്നും രാവിലെ തുറന്നിട്ടില്ല. പക്ഷേ എന്നാൽ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊക്കെ തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്നലെയൊക്കെ കടകളൊക്കെ തുറന്ന് പ്രവർത്തിച്ചിരുന്നു. ഇന്നലെ എല്ലാ സംവിധാനങ്ങളും, പ്രത്യേകിച്ച് കടകൾ, അതോടൊപ്പം തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, അതോടൊപ്പം തന്നെ ചെരുപ്പ് കടകൾ, അതോടൊപ്പം തന്നെ മറ്റ് ഹോട്ടലുകൾ, മുടിവെട്ട് കടകൾ, അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ജമ്മുവിൽ ഏറെക്കുറെ തുറന്ന് പ്രവർത്തിച്ചു എന്നാണ് യാഥാർത്ഥ്യം. അതിപ്പോൾ വരും മണിക്കൂറുകളിൽ തുറന്ന്, ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ്, ഇത്ര നേരത്തെ ആയതുകൊണ്ട് മാത്രമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ എല്ലാം തുറന്ന് സാധാരണ നിലയിലേക്ക് പ്രവർത്തിച്ച് എത്തുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ കണ്ട കാഴ്ച അതായതുകൊണ്ട് ഇന്ന് അതിൽ വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മറ്റ് ഈ സാമ്പയിലൊക്കെ ചില ഡ്രോണുകൾ ഉണ്ടായെങ്കിൽ പോലും അത് ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ടൂറിസ്റ്റുകൾ പിന്നെ സാധാരണഗതിയിൽ ജമ്മുവിലേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്ന ജമ്മുവിൽ നിന്ന് കശ്മീരിലേക്ക് പോവുകയാണ് പരമാവധി ഉണ്ടാകാറുള്ളത്. ജമ്മു അധികം വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. പക്ഷേ ടൂറിസ്റ്റുകൾ എത്താത്ത സാഹചര്യം ഇപ്പോൾ അത് കശ്മീരിലുമുണ്ട്. ആ കശ്മീരിലുണ്ടാകുന്ന സ്വാഭാവികമായ അതിന്റെ പ്രതിഫലനം ജമ്മുവിലും ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധി മാത്രമാണ്. ടൂറിസ്റ്റുകൾ ഈ രണ്ടിടങ്ങളിലേക്കും വരികയാണ്. സ്വാഭാവികമായും ട്രെയിനിൽ ആളുകൾ വരുന്നത് സ്വാഭാവികമായി ജമ്മുവിൽ വന്നിട്ട് പിന്നീട് ഇവിടുന്ന് റോഡ് മാർഗം കശ്മീരിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. അതാണ് ഒരു രീതി എന്ന് പറയുന്നത്. മറ്റു ചില ആളുകൾ ഫ്ലൈറ്റ് മുഖേന നേരിട്ട് കശ്മീരിൽ എത്തുന്നതുമാണ്. എന്താണെങ്കിലും ഈ ടൂറിസ്റ്റുകൾ കൂടി ജമ്മു കാശ്മീരിലേക്ക് എത്തുന്ന സമയമാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ സാഹചര്യത്തിനൊക്കെ വലിയ മാറ്റം ഉണ്ടാകും. ജമ്മുവിലേക്കൊക്കെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ജമ്മു റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പോൾ എന്താണെങ്കിലും വിജനമായി തന്നെയാണ് ഉള്ളത്. അധികം ആളുകളൊന്നും എത്തുന്നില്ല. സാധാരണഗതിയിൽ ഈ ടൂറിസ്റ്റുകളൊക്കെ ധാരാളം ആ സാഹചര്യം മാറേണ്ടതുണ്ട്. കാരണം ടൂറിസ്റ്റുകൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അവിടെ സമാധാനത്തിൻ്റെ ജീവിതത്തിൻ്റെ ട്രാക്കിലേക്ക് ജമ്മു ഓടിത്തുടങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകളിലും നോബൽ മാരിക്കാരനും നന്ദു പേരാമ്പ്രയും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. താങ്ക് യു നോബൽ.